രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മച്ചേ ഇന്ന് വൈകിട്ട് എന്നാ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കോ? കുറേ നാളല്ലേ വൈകിട്ടത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇലയടയോ? അതിനെ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. ആ ഓക്കെ. ആ എങ്ങനെയാ ഒന്ന് കാണിച്ചു തരാമോ? ഇവിടെ എന്നെ എടുക്കുക. ആ നമുക്ക് ഇലയട ഉണ്ടാക്കുന്ന വിശ്വസിച്ചോട് പോകാം കേട്ടോ. എന്നാ പരിപാടിയാ? ഏത്തക്ക പഴുത്തായിരുന്നല്ലേ? ഇത് നന്നായിട്ട് പഴുത്തല്ലോ. കളർ ഇങ്ങനെയാണല്ലോ, നല്ല രുചിയായിരിക്കുമല്ലോ. എന്നാ ചെയ്യണ്ടേ? പുഴുങ്ങാനോ? ആ തൊലി പൊളിക്കാതെ തൊലിയോടുകൂടെ വെക്കും അല്ലേ? അഴുക്കൊക്കെ കണ്ട് കളയണ്ടേ? ആ കറുത്തിരിക്കുന്ന അഴുക്കാന്ന് തോന്നുന്നു അല്ലേ? ഒത്തിരി നേരം പുഴുങ്ങണോ അതോ സമയം വല്ലതും ഉണ്ടോ ഇതിന്? ആ ഓക്കെ. കുഞ്ഞപ്പാ അമ്പൂനും കൊടുക്കണേ. ആ പാവം പുതിയ വിട്ടോണ്ടിരിക്കല്ലെങ്കിൽ. എന്നാ വേവട്ടെ. ആ ഇത് തന്നെ അടുപ്പുംപാളത്തിലെ തുണിക്കടയാണോ? ഇപ്പഴത്തിലെ തുണിക്കടയൊന്നുമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പൊ ഇതാണ് അവസ്ഥ. ആ മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ എളുപ്പം അല്ലേ? ഇത് ഉണങ്ങാൻ എളുപ്പമുണ്ട്. കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും പുകയേറ പിടിക്കത്തില്ല. പുകയേറ പിടിക്കത്തില്ലല്ലോ, അത് പുകയില്ലാത്ത അടുപ്പില്ലല്ലേ. അങ്ങനെ അതുകൊണ്ട് അടുപ്പം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടല്ലേ മഴക്കാലത്ത്. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല, അത്യാവശ്യം തുണി നമുക്ക് ഉണങ്ങിയെടുക്കാം. നല്ല കാര്യം. 10-15 മിനിറ്റ് ആയല്ലോ, തുറക്കാറായോ അമ്മച്ചിയെ? വെന്തല്ലേ? വെന്തെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല പുകയൊക്കെ പറക്കുന്നുണ്ട്. ആ വെന്തല്ലേ? ആ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? മിക്സിക്കകത്തിൻ്റെ അരക്കണം അല്ലേ? ആ ആ നമുക്ക് തന്നെ അത് കാണാം. കറണ്ട് ഇല്ലേ? കറണ്ട് പോയോണ്ട് ഇതെന്നാ പരിപാടി ഇവിടെ? മിക്സിക്കകത്ത് അരയ്ക്കാൻ പോകുന്നവരോട് ഇവിടെ തന്നെ ചെയ്യുമോ? നീ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചോപ്പറിനകത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റൂല്ലോ അത്. ആ റെഡി ആവോ? അറിയില്ല, നോക്കാം. റെഡി ആവുകയാണെങ്കിൽ വിജയമായിരിക്കുമല്ലോ. ആയിരിക്കും. നോക്കാം നോക്കാം. തോന്നല്ലേ? അങ്ങനെ കഴിഞ്ഞല്ലേ? കഴിയും. അരച്ച് കഴിഞ്ഞു. ഇനി എന്നാ പരിപാടി? അടുത്ത് തന്നെ ബേസിലോട്ട് പറഞ്ഞിടാം. ആയിക്കോട്ടെ. ആ അങ്ങനെ കൊട്ടി എടുക്കുമോ അല്ലേ? ഇനി ഇത്ര ഇരിക്കുവാണല്ലോ ചെയ്യാനായിട്ട്. ചെയ്യാം. എന്നാ ഓരോന്ന് ചെയ്ത് കഷ്ടപ്പാടല്ലേ മിക്സി ഇല്ലാത്തതുകൊണ്ട്. അത് നേരാ. രുചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ലെന്ന്. അത് നേരം. എന്നാ നമുക്ക് പതിയെ ചെയ്യാന്നേ. അങ്ങനെ ഇതൊക്കെ റെഡി ആയപ്പോഴത്തേക്കും കൊച്ച് നല്ല അലമ്പുണ്ടാക്കുന്നുണ്ട്. കാർത്ത് വേണമെങ്കിൽ കൊച്ചിനെ കൊണ്ട് പോയി. ഇനി നമ്മുടെ അമ്മച്ചി ബാക്കി പരിപാടി നോക്കട്ടെ. അമ്മച്ചി ഇനി ബാക്കി ഇതിന് എന്നൊക്കെയാ വേണ്ടേ? അരിപ്പൊടി അതിൻ്റെ ആവശ്യമായിട്ട് വെച്ച് തേങ്ങായും പഞ്ചസാരയും ജീരകവും ഏലക്കായും ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ആയിക്കോട്ടെ, ഒന്ന് തുടങ്ങിക്കോ. ഇതന്നെ അരിപ്പൊടി അല്ലേ? ഇതിൻ്റെ അളവ് എങ്ങനെയാ? അപ്പോൾ അളവ് നമുക്ക് എന്നിട്ട് ഇതിട്ട് നോക്കണം. നമുക്ക് ഇളക്കി അതിൻ്റെ പരുവത്തിനെടുക്കാം. നല്ല രീതി വേണം അല്ലേ? മതിയോ? നമുക്ക് നോക്കി ഇച്ചിരി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടാകും അല്ലേ? ഒരു മുറി തേങ്ങ അതോ ഒരു ഫുള്ള് തേങ്ങയോ? ഒരു തേങ്ങയായിട്ടും കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി പഞ്ചസാര ഇടാം. പഴത്തിൽ പഞ്ചസാര ഉണ്ട്, മധുരമുണ്ട്. നല്ല ഇച്ചിരി ഇടാം. ജീരകപ്പൊടി. ഏലക്കാപ്പൊടി. ഇതിന് മിക്സ് ആക്കണം അല്ലേ? ഉപ്പ് കൂടി ചേർക്കാം. അത് പൊടിക്ക് മാത്രം മതി, ആവശ്യത്തിന് മാത്രം. നമുക്ക് കുറച്ച് നോക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആണോ അല്ലേ? ഇച്ചിരി ചേരും. അത് തികയത്തില്ലേ? അതെങ്ങനെ അറിയുന്നത്? ആ കുഴഞ്ഞ റെഡിയാണ്. ലൂസായിട്ടിരിക്കുക. ടൈറ്റ് ആണോ അല്ലേ? ഇപ്പോൾ ഓക്കെ ആണോ?
അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞല്ലേ? അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ഉരുളയായിട്ട് എടുക്കണം. ഇത് മറ്റേ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. തന്നെ ഇനി ഉരുളയാക്കുമോ? ഉരുളയാക്കിയിട്ട് നമുക്ക് ഇലക്കകത്ത് ഇലക്കകത്താണ് വെക്കുന്നത്. ഇലക്കകത്ത് വരുത്തി. അതാണല്ലോ. അങ്ങനെ വാഴയിലേക്ക് പോയി കണ്ടിച്ചിട്ട് വന്നു. ഇനി ഇത് പീസ് പീസായിട്ട് ചെയ്യണം അല്ലേ ചേച്ചി? തണ്ട് വേണ്ടല്ലേ? അതിന് മാവിൻ്റെ ആവും. ഏതളവ്? ആ ഒരളവാണോ എടുക്കുന്നത്? ഞാൻ ഇലയെല്ലാം കണ്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് സാധാരണ ഇല എടുക്കുന്നതാണ് അമ്മച്ചി പറഞ്ഞത്. നമുക്ക് ഇത് ഇലയിലേക്ക് പരത്തി റെഡിയാക്കാം. അമ്മച്ചി എന്നതിനാ അമ്മച്ചി ഈ അപ്പച്ചമ്പിനകത്ത് ഇങ്ങനെ തണ്ട് വെക്കുന്നത് വാഴയുടെ? ആവി നല്ലോണം കയറി വരാനായിട്ട്. ആവി അടി ഇരുന്നാൽ മുട്ടിയിരുന്നാൽ ആവി കയറത്തില്ലേ? ഇതിങ്ങനെ ഉരുളയായിട്ട് എടുക്കും അല്ലേ? വെള്ളം തേച്ച് നന്നായിട്ട് പരത്തണം. മിക്സിക്കകത്തല്ലാത്തോണ്ടൊരു കുഴലിനൊരു കുഴപ്പമുണ്ടോ ചേച്ചി? ഒത്തിരി വലിയ വിഷയമില്ലെന്ന് തോന്നുന്നല്ലേ? വലിയ കുഴപ്പമില്ല. എന്നാലും മിക്സിക്കകത്തായിരിക്കും വരുന്നത് നല്ലത്. കണ്ണില്ലാത്തോണ്ട് ഇങ്ങനെയും രുചിക്ക് കുറവൊന്നും വരത്തില്ലല്ലോ. കാഴ്ച ഇച്ചിരി ഭംഗി കുറവല്ലേ വരത്തില്ല. അത് സാരമില്ല. നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ട് എന്നതിനെ ഭംഗി നോക്കുന്നേ. ഇങ്ങനെ അടിക്കടിക്ക് എല്ലാം വെക്കും അല്ലേ? ഉണ്ടേ. അങ്ങനെ ഇത് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കത്തിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇത് വേവുമ്പോൾ നമുക്ക് കാണാം. അമ്മച്ചി ഇത് കുറേ സമയമായല്ലോ, എന്നെ വേവാത്തേ? എത്ര നേരം വേണം ഇതിന്? എന്ത് കാണുമോ? ആ പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഒന്ന് നോക്കി. വിശന്നിട്ട് വയ്യുന്നേ എന്തോ? ആഹാ, ഒരെണ്ണം എടുത്ത് തരാമോ? ഒന്ന് കഴിച്ചു നോക്കാമല്ലോ. ഇന്നേ നോക്കട്ടെ. എന്താ പൊന്നെ, ഇത് വൈകിട്ടത്തെ സ്നാക്കിന് പറ്റിയ സാധനമാണല്ലോ. ഒന്ന് തുറന്നേ ചേച്ചി നോക്കട്ടെ. ഈ ഭാര്യ ഒന്ന് പിടിച്ച് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? പൊളിയാണോ അതോ കൊള്ളത്തില്ല? ചറിഞ്ഞോ? സൂപ്പറാണോ? അടിപൊളി. എന്നാൽ ഇത് ഞങ്ങൾ തിന്ന് തീർക്കിട്ട് നിങ്ങൾ വൈകിട്ടത്തെ പരിപാടി വേറെ നോക്കുക കേട്ടോ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?